ഹായ്, ഇന്നൊരു മട്ടൻ കറിയുടെ വീഡിയോ ആണേ. അതും നാടൻ മട്ടൻ കറി. മട്ടനെല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിലാക്കിയിട്ടുണ്ട്. കുക്കറിലാണ് ഇന്ന് വെക്കുന്നത്. മട്ടനകത്തോട്ട് കുറച്ച് കുരുമുളക് ചതച്ചത്, വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത്, കുറച്ച് ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കൊച്ചുള്ളി അരിഞ്ഞത്, ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വെള്ളമൊന്നും ചേർക്കണ്ട, അടച്ച് വെച്ച് ഒരു 5-6 വിസിലടിപ്പിക്കണം. അതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടാം. ഞാനത് ഇട്ടില്ല. അതിനകത്തോട്ട് കുറച്ച് കൊച്ചുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക്, കരിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലപോലെ വഴറ്റിയിട്ട് ഒരു 2 സവാള അരിഞ്ഞത് നല്ല രീതിയിലിട്ട് വഴറ്റി കുറച്ച് തക്കാളിയും കൂടി ഇട്ട്, ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഇട്ട് നല്ലപോലെ വഴറ്റി പൊടികളായ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയിട്ട് അതിനകത്തോട്ട് ഈ വേവിച്ച് വെച്ചേക്കുന്ന മട്ടൻ എടുത്ത് തട്ടിയിടുക. മട്ടനിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് ഇനി വെള്ളം ചേർക്കണമെന്നില്ല, ചേർക്കണമെങ്കിൽ ചേർക്കാം. അടുപ്പിൽ വെച്ച് നല്ലപോലെ വറ്റിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പം ഇറക്കാം. ഇടയിൽ ഉപ്പ് വേണമെങ്കിൽ നോക്കണം, ഉപ്പ് വേണമെങ്കിൽ ഇടണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇട്ടായിരുന്നു. പിന്നെ മല്ലിയിലയൊക്കെ ഇട്ട് എടുക്കുക. മട്ടൻ കറി സൂപ്പറായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ 2ാമത്തെ പ്രാവശ്യമാണ് മട്ടൻ കറി കഴിക്കുന്നത്. ഈ വട്ടം കഴിച്ചത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് കഴിക്കാതിരുന്നത്. ഇപ്പം 10 വർഷത്തിന് ശേഷമാണ് തോന്നുന്നു വീണ്ടും മട്ടൻ കറി കഴിക്കുന്നത്. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു, അതും കൂട്ടി എല്ലാവരും കഴിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.